പൈക്കളോടൊപ്പം കൂട്ടിനായി വലിയൊരു അജവൃന്ദത്തെ മുരാരി ഫാം സംരക്ഷിക്കുന്നുണ്ട്. ആടുകൾക്കായി പ്രത്യേക സജ്ജീകരിച്ച കൂടുകളാണ് ഫാമിലുള്ളത്. തെങ്ങിൻ തടി കീറി ഭംഗിയായി ഒരുക്കിയ തട്ടുകളിൽ ഉയർന്നു നിൽക്കുന്നു ആട്ടിൻകൂടുകൾ. അവിടെ കൃത്യമായി വയർമെഷിൽ അതിർവിരിച്ച വരമ്പുകൾക്കുള്ളിൽ ആടുകൾ സുഖമായി വാഴും. ഒക്കെയും മലബാറി ആടുകളാണ്. അറേബ്യൻ ആടുകളാണ് മലബാറി ആടുകളുടെ പിന്മുറക്കാർ. തലശ്ശേരിയിൽ വാണിജ്യത്തിനായി വന്ന അറബികൾ കൊണ്ടുവന്ന അറേബ്യൻ ആടുകൾ നാടൻ ആടുകളുമായി ഇണചേർന്നുണ്ടായതാണത്രേ മലബാറി ആടുകൾ. ഒരു പ്രസവത്തിൽ 3 മുതൽ 4 കുട്ടികളെ വരെ ലഭിക്കും എന്നുള്ളതാണ് മലബാറി ആടുകളുടെ പ്രധാനപ്പെട്ട ഗുണം. അതുകൊണ്ട് തന്നെ വലിയൊരു വരുമാന വർധനവിന് ആടുകളുടെ കൂടാരം സാക്ഷിയാവും. ആട്ടിൻകാഷ്ടവും മറ്റു വളങ്ങളുമെല്ലാം ശേഖരിക്കുന്നത് സിമന്റ് തറയിലാണ്. ഒരു കൂട്ടം ആടുകൾക്ക് പുൽനാമ്പുകൾ ഒന്നിച്ചു നൽകിയാണ് തീറ്റയ്ക്ക് വേണ്ടി ആടുകളെ മത്സരിപ്പിക്കുന്നത്. സന്ദർശകരായി ഫാമിലെത്തുന്ന മുതിർന്നവരും കുട്ടികളുമൊക്കെ ആടുകൾക്ക് ഇലത്തീറ്റകൾ നൽകുവാൻ മത്സരിക്കും. അവയൊക്കെ നന്നായി ആസ്വദിച്ച് ചിണുങ്ങി നിൽക്കുവാൻ ആട്ടിൻമുട്ടന്മാർക്കും അറിയാം. ആട്ടിൻപാൽ പൂർണ്ണമായും പ്രാദേശിക വിൽപ്പനയാണ്. കുട്ടികളാണ് ആടിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേട്ടം. അടുത്ത രക്തബന്ധമുള്ള ആടുകളെ ഇണചേർപ്പിക്കില്ല എന്നുള്ളതാണ് മുരാരി ഫാമിന്റെ തന്ത്രം. ഫലമോ ഏറ്റവും മികച്ചതും ചൈതന്യമുള്ളതുമായ ആട്ടിൻകുട്ടികൾ. രാവിലെ മുതൽ വൈകുന്നേരം വരെ സസൂക്ഷ്മം നിരീക്ഷിച്ചാലേ മുന്നോട്ടു പോകാനാവൂ എന്നുള്ള അഭിപ്രായമാണ് ഉണ്ണികൃഷ്ണനുള്ളത്. അത് തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറാണ് താനും. മുരാരി ഫാമിൽ ഉണ്ണികൃഷ്ണന് സഹായിയായി അഭിഭാഷക വിദ്യാർത്ഥിയായ ശ്രീ രഞ്ജിത്ത് കൂടെയുണ്ട്. ശ്രീ രഞ്ജിത്തുമായി ചില വിശേഷങ്ങൾ പങ്കിടാം. നമസ്കാരം രഞ്ജിത്ത്. നമസ്കാരം. ഈ ഒരേ സമയം ഒരു വിദ്യാർത്ഥിയായിരിക്കുക, അതോടൊപ്പം തന്നെ ഫാമിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, എന്തു തോന്നുന്നു? നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ എനിക്കിതിന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. നേരത്തെ LLBക്ക് ചേരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഫാമിൻ്റെ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് കുറേ. പിന്നെ ഒരുപാട് ഫാമുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വീട്ടിലും കുറേ കന്നുകാലികളുണ്ടായിരുന്നു. അപ്പൂപ്പൻ്റെ കാലം തൊട്ട് ഈ കന്നുകാലി വളർത്തൽ വീട്ടിലുണ്ടായിരുന്നു. അച്ഛനും നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതിനോട് നല്ല താല്പര്യമുണ്ട്. പിന്നെ ഈ വരുന്ന തലമുറയ്ക്ക് ഒരു കർഷകൻ എന്ന് പറയുന്ന ഒരു മോശമായിട്ടാണ് കുറേ ചെറുപ്പക്കാരെടുത്തിരിക്കുന്നത്. നമ്മൾ അതിൽ നിന്നുള്ളൊരു വ്യത്യസ്തമായി ഒരു കർഷകനാവാൻ വേണ്ടിയും പ്രയത്നിക്കുക, നാടിന് ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഉത്സാഹം, അതാണ് ഇതിലോട്ട് ഇറക്കിയത്. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഞാൻ ശ്രീനാരായണ ഗുരു ലീഗൽ സ്റ്റഡീസിലാണ് പഠിക്കുന്നത്. കൊല്ലത്താണ്. ഞാനിപ്പം 5ാം വർഷം ആവാൻ പോകുന്നു. ഇനി ഇപ്പം എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഈ ഇങ്ങനെ ഫാമിംഗ് പ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുകയും ഒരു പശുക്കളെയൊക്കെയും ആടിനെയൊക്കെ പരിപാലിക്കുകയൊക്കെ ചെയ്യുകയും തുടർന്ന് ക്ലാസ്സിൽ ചെല്ലുകയൊക്കെ ചെയ്യുമ്പോൾ കൂടെയുള്ള സഹപാഠികളൊക്കെ എന്താ പറയുക? നല്ല പ്രോത്സാഹനമാണ്. നമ്മളെ സുഹൃത്തുക്കൾ നിരന്തരം ഇവിടെ വരികയും അവർക്ക് കാണുമ്പോഴുള്ള ഒരു സന്തോഷം നമ്മൾ കാണും. നല്ല ഒരു അന്തരീക്ഷത്തിലാണ് കോളേജ് ജീവിതവും പോകുന്നത്, ഇതിൻ്റെ പ്രവർത്തനവും. നമ്മൾ വേറൊരു കാര്യങ്ങളിലോട്ട് പോകണ്ട. എന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ടിയുള്ളതെല്ലാം ഇവിടെ ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പൈക്കളും ആടും പൈക്കിടാങ്ങളും പറവകളുമൊക്കെയായി 52 സെന്റോളം വരുന്ന നഗരത്തിലെ ഇട്ടാവട്ട സ്ഥലത്തു നിന്നും വലിയ ഒരു വരുമാന കൊയ്ത്താണ് മുരാരി ഫാം നേടുന്നത്. അതാകട്ടെ ഒരു വീമ്പ് പറച്ചിലല്ല, പകലന്തിയോളം നീളുന്ന അധ്വാനത്തിലാണ്. കർഷകനായ ഉണ്ണികൃഷ്ണപിള്ളയും അഭിഭാഷക വിദ്യാർത്ഥിയായ രഞ്ജിത്തുമാണ് ഇതിനെല്ലാം കൂട്ട്. പഠനത്തോടൊപ്പം ആഹ്ലാദവും വരുമാനവും തന്ന് മുരാരി ഫാം തൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് അഭിഭാഷക വിദ്യാർത്ഥിയായ രഞ്ജിത്ത് പറയുന്നു. ആടുവളർത്തലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആദായം എന്താ? ആടുവളർത്തൽ അതിൻ്റെ ഒരു ആദായം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുട്ടിയാണ്. നിറയെ ഒരു പ്രസവത്തോടു കൂടി 4 കുട്ടി 3 കുട്ടി ആ ഒരു കണക്കിലാണ് ആടുകളുടെ. അത് നമുക്ക് നല്ലൊരു ലാഭമാണ്. അധികം നഷ്ടമില്ലാതെ എന്ത് കൊടുത്താലും ആട് കഴിയും. നമ്മൾ ഇന്നത് തന്നെ കൊടുക്കണമെന്നില്ല. പുല്ല്, അതേ കണക്ക് തന്നെ പ്ലാവല, പിന്നെ തോലുകൾ എന്ത് കൊടുത്താലും കഴിക്കും. അതാണ് ഒരു പ്രത്യേകത. ഈ ഫാം കാണാനായിട്ട് സന്ദർശകരായിട്ട് ആളുകൾ വരുന്നുണ്ടോ? നിരന്തരം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പ്രദേശത്ത് വാസികൾ വരുന്നുണ്ട്. നിരന്തരം ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ആളുകൾ ഈ ഫാമിൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ നിങ്ങളോട് എന്താ പറയുക? നമ്മളടുത്ത് നിരന്തരം ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ വർക്കുകൾ എങ്ങനെയാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഇവിടെ വീണ്ടും പൂയപ്പള്ളിയിൽ ഒരെണ്ണം ആരംഭിച്ചു. ഇതിൻ്റെ ഒരു വർക്ക് നോക്കിയിട്ടാണ് പുള്ളി അത് ചെയ്തത് തന്നെ. ഇങ്ങനെ നമ്മുടെ ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒരു കലാലയ വിദ്യാർത്ഥി തന്നെ ഈ രഞ്ജിത്തിൻ്റെ പ്രവർത്തനത്തിൽ ആകർഷകരായി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു. എല്ലാ സഹായവും നമ്മളും ഇതേ കണക്ക് ഓരോ ഫാമുകളിൽ പോയി നമ്മൾക്ക് വേണ്ട അറിവ് അവരാണ് തന്നത് ഇത് ചെയ്യാൻ വേണ്ടിയുള്ള. നമ്മളും അത് പുതിയ ആൾക്കാരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക.
കാരണം ഈ നാട്ടിലിപ്പം അന്യദേശങ്ങളിൽ നിന്ന് വരുന്ന പാലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പല കീടനാശിനികൾ ഉപയോഗിച്ച പാല് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ദൂഷ്യമാണ് നാട്ടിലുണ്ടാവുക. നമ്മളെ പാല് നമ്മളെ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക, നമ്മളെ നാട്ടിന് വേണ്ട ആവശ്യമായ പാലുകൾ നമ്മളിവിടെ ഉൽപ്പാദിച്ച് കഴിഞ്ഞാൽ നല്ലൊരു നേട്ടമാണ്. കേരളത്തിലെ യുവാക്കൾക്ക് ഇതൊരു സന്ദേശമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. കേവലം 52 സെൻറ്റ് സ്ഥലത്തു നിന്നും ഉണ്ണികൃഷ്ണനും രഞ്ജിത്തും കൊയ്തെടുക്കുന്നത് കേരളത്തിൻ്റെ കാർഷിക സ്വപ്നങ്ങൾ കൂടിയാണ്. ഒരുപക്ഷെ ആരും മോഹിച്ചു പോകുന്ന നേട്ടങ്ങൾ. പുതുതായി വരുന്ന ആർക്കും മാതൃകയാക്കാം ഇവരെ. നേരാം എല്ലാ ഭാവങ്ങളും. തിരുവനന്തപുരം കരമന ക്രോപ്പിംഗ് സിസ്റ്റംസ് റിസർച്ച് സെന്ററിൽ കൂൺ വിത്ത് ഉൽപാദനത്തിന് ആവശ്യമായ നെല്ല് കിലോയ്ക്ക് 22 രൂപ നിരക്കിൽ ലഭ്യമാണ്. ഫോൺ 047123433586. കടക്കൽ സീഡ് ഫാമിൽ പച്ചക്കറി തൈകൾ തൈ ഒന്നിന് 10 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0474242666 എന്ന നമ്പറിൽ വിളിക്കുക. വേനൽ ചൂട് മൃഗങ്ങളെ സാരമായി ബാധിക്കും. ചൂട് കാരണം കന്നുകാലികളിൽ ഉൽപാദനക്ഷമത കുറയും. പാല്, മാംസം എന്നിവയ്ക്ക് ദൗർലഭ്യം നേരിടുകയും ചെയ്യും. കഠിനമായ ചൂടിൽ ഇവയുടെ മരണവും സംഭവിക്കാം. ചൂടിൽ നിന്ന് കന്നുകാലികളെ സംരക്ഷിക്കുവാനായി ശുദ്ധമായ വെള്ളം വേണ്ടുവോളം നൽകുക. മേൽക്കൂരയിലും ചുറ്റിലും വെള്ളം സ്പ്രേ ചെയ്യുക. കന്നുകാലികളെ 2-3 തവണ കുളിപ്പിക്കുക എന്നത് അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യമാണ്. നിർജ്ജലീകരണം തടയുന്നതിനുള്ള ലവണ മിശ്രിതവും ലായനികളും ഇന്ന് മരുന്ന് ഷോപ്പുകളിൽ ലഭ്യമാണ്. ഇവ അടുത്തുള്ള ഏതെങ്കിലും മൃഗഡോക്ടറുടെ നിർദ്ദേശാനുസരണം തീറ്റയിലോ വെള്ളത്തിലോ കലർത്തി കൊടുക്കാം. തൊഴുത്തിന് വേണ്ടുവോളം കാറ്റും വെളിച്ചവും ലഭ്യമാക്കണം. ചുറ്റും തണൽ മരങ്ങൾ നട്ടു വളർത്തുക. മേൽക്കൂരയ്ക്ക് ചുരുങ്ങിയത് 10 അടിയെങ്കിലും തറയിൽ നിന്ന് ഉയരം ഉണ്ടായിരിക്കണം. വളർത്തുമൃഗങ്ങളുടെ രോഗങ്ങൾക്കും മൃഗപരിപാലനത്തിലെ അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംശയങ്ങൾക്കും പരിഹാരം കാണാൻ വെറ്റിനറി സർവകലാശാല വൈറ്റ് കണക്ട് എന്ന സംവിധാനം ഒരുക്കി. മൃഗസംരക്ഷണ രംഗത്തെ ശാസ്ത്രീയ പ്രജനനം, തീറ്റക്രമം, പരിചരണം, രോഗനിയന്ത്രണ മാർഗങ്ങൾ, വിപണനം, ലഭ്യമായ സേവനം എന്നിവയെക്കുറിച്ച് കർഷകർ, തൊഴിൽ സംരംഭകർ, സ്വാശ്രയ സംഘങ്ങൾ, പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് വൈറ്റ് കണക്റ്റിലൂടെ അറിയാം. വൈറ്റ് കണക്റ്റിന്റെ കോൾ സെന്റർ സേവനം രാജ്യത്ത് എവിടെയും ലഭിക്കും. മൃഗസംരക്ഷണം, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ, ആരോഗ്യവകുപ്പ് എന്നിവയുടെ പ്രവർത്തനങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ നായ്ക്കളെയും പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കി പേവിഷ വിമുക്ത കേരളമെന്ന ലക്ഷ്യം സാധ്യമാക്കുന്നതിനുവേണ്ടി പേവിഷ നിർമ്മാർജ്ജന യജ്ഞം മാർച്ച് 31 വരെ നടക്കുന്നു. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ വളർത്തുനായ്ക്കൾക്കും സൗജന്യമായി വാക്സിനേഷൻ നൽകുന്നു. സർട്ടിഫിക്കറ്റ് ചാർജായി വളർത്തുനായ ഒന്നിന് 10 രൂപ ഈടാക്കുന്നു. പ്രതിരോധ കുത്തിവയ്പും ലൈസൻസും നിയമാനുസൃതം നിർബന്ധമാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് 04713256 288 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.